മത്തായിയുടെ വീട്ടിൽ കർത്താവ് ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ ഉണ്ടല്ലോ, എല്ലാവരും വന്ന് വേരിക്ക പാത്തുനിന്ന് ഇങ്ങനെ വേരിയുടെ വേരിക്ക മുകളിൽ തലയിട്ടോണ്ട് നോക്കുകയാണ്. ഇതെന്ത് ഇവൻ്റെ വീട്ടിൽ കർത്താവ് കയറിയത്? ഇവൻ്റെ വീട്ടിൽ നിന്ന് എങ്ങനെ കർത്താവ് ഭക്ഷണം കഴിക്കണമെന്ന് കേട്ടപ്പോൾ ആൾക്കാർക്കെല്ലാം മനസ്സിലായി സക്കേവൂസും മത്തായിനെയും ദൈവം സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാരൊക്കെ പറയും, നിങ്ങളും വന്ന് വേരിക്ക ഇങ്ങനെ തലപൊക്കി നിൽക്കുന്ന ആൾക്കാരൊക്കെ വിളിക്കും മത്തായിയുടെ വീട്ടിൽ നിന്ന്. അവരും വന്ന്, അവർ പണ്ട് മത്തായിനെ പുച്ഛിച്ച ആൾക്കാരൊക്കെയാണ്, അവരും വന്ന് അവിടെ കൊടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇവരെ ഈ സ്നേഹത്തിൻ്റെ മുഖ്യധാരയെ കൊണ്ടുവരും. സക്കേവൂസിനാണെങ്കിൽ വല്ലാത്ത, രണ്ടുപേരും മത്തായി പറഞ്ഞ്, കർത്താവേ എനിക്ക് പണി വേണ്ട കേട്ടോ, നിൻ്റെ സ്നേഹം ഉണ്ടെങ്കിൽ നിൻ്റെ തന്നെ മതി, ഞാൻ നിൻ്റെ കൂടെ വല്ല എഴുത്തും കുത്തുമായിട്ട് നടന്നേക്കാം. അങ്ങനെ മത്തായി കൂടെ പോന്നു. സക്കേവൂസ് പറഞ്ഞ, കർത്താവേ ജനത്തിന് എന്നെ വേണ്ട, ജനത്തിന് എന്നെ പുച്ഛമാണ്, ജനത്തിന് എന്നെ വൈരാഗ്യമാണ്. പക്ഷേ ഈ ജനം കണ്ട, ഈ ജനങ്ങളൊക്കെ നോക്കി നിൽക്കുമ്പോൾ നീ എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചില്ലേ, എനിക്കത് മതി, എനിക്ക് പിന്നെ ഈ സ്വത്തെന്തിനാ, എല്ലാം ഞാൻ കളയുകയാണ്, എത്ര വേണമെങ്കിലും ഞാൻ കൊടുക്കാം, എന്താണ് നീ എന്നിട്ട് വളർന്നാൽ മതി, ഞാൻ ചെറുതായാൽ മതി എന്ന്. കണ്ട സക്കേവൂസിനെ കണ്ട ശ്രുതികട